വെയിൽ ഗൈസ്. സാധാരണ വെയിലെല്ലാം ഇവിടെ കുറഞ്ഞു വന്നായിരുന്നു. ഇന്ന് ഭയങ്കര വെയില്, തണുപ്പായി തുടങ്ങിയതായിരുന്നു. ഹലോ ഗൈസ്, നമുക്കിന്ന് എൻ്റെ ഓഫീസിലോട്ട് പോയാലോ? ഓഫീസിലോട്ട് പോകാന്ന് പറയുമ്പോൾ ഭയങ്കര ഫാൻസി ടൈപ്പ് വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഒരു സിമ്പിൾ വീഡിയോ ആണ്. നമുക്ക് പിന്നെ ബസ് മെട്രോ ഒന്നും കയറി പോകണ്ട കേട്ടോ. താമസിക്കുന്ന സ്ഥലവും ഓഫീസും തമ്മിൽ കഷ്ടിച്ചൊരു 10 മിനിറ്റേ ഉള്ളൂ. ഇതുപോലെ ഡിസ്റ്റൻസ് കുറവുള്ള എത്ര പേരുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു 2 മാസം മുൻപ് വരെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയായിരുന്നു എൻ്റെ ഓഫീസ്, സെയിം ബിൽഡിങ്ങിൽ തന്നെയായിരുന്നു. ഇപ്പം ഞാൻ റൂം ഷിഫ്റ്റായി, അതുകൊണ്ട് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. ഓഫ് റോഡിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്ന് മെയിൻ റോഡിലോട്ട് കയറി ഒരു 2 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഓഫീസ് എത്തി. ഇനി നമുക്ക് ഓഫീസിൻ്റെ അകത്തോട്ട് കയറാം. ആദ്യം നമ്മൾ മെയിൻ ഡോർ തുറക്കണം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്ത് കയറി ലൈറ്റ്സൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡോറും കൂടെ ഉണ്ട്, അതും കൂടെ ഓപ്പൺ ചെയ്ത് നമുക്ക് അകത്ത് കയറാം. അകത്ത് കയറി ഉള്ള ജോലിയൊക്കെ പെട്ടെന്ന് തീർത്തിട്ട് എനിക്ക് ബാങ്കിൽ പോകാനുണ്ടായിരുന്നു. ഇനി എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പുതിയ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് ആൻസി. യുഎഇയിൽ അജ്മാനിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ബയ്യായിട്ട് നമ്മൾ ബാങ്കിലോട്ട് പോവാണ്. ബയ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനിയിലെ ഡ്രൈവറാണ്. ആളുടെ സൗണ്ട് ഒന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. ബാങ്കിൽ പോകുമ്പോൾ ഈ ഒരു ചായ പതിവാണ് കേട്ടോ. അങ്ങനെ ബയ്യ ചായയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു, ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ ബയ്യാനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ആളുടെ പേര് ഫർമനലി എന്നാണ്. ആൾ പാകിസ്ഥാൻകാരനാണ്, പക്ഷേ ആളൊരു നല്ല മനുഷ്യനാണ്. നമ്മൾ എന്തോ പറഞ്ഞാലും ആൾ പറ്റത്തില്ല എന്നൊരു വാക്ക് പറയത്തില്ല. ആൾക്ക് വേറെ ജോലി ഉണ്ടെങ്കിലും ആളെത്ര തിരക്കാണെങ്കിലും ഞാൻ പറയുവാണ്, ഭയ്യ എനിക്കിപ്പോൾ അർജൻറ്റായിട്ട് ബാങ്കിൽ പോകണം. അപ്പം പറയും സഫർക്കാരോ ദേക്കേക്കാന്നേ പറയത്തുള്ളൂ. എന്തുണ്ടെങ്കിലും ആൾ നോ എന്നൊരു കാര്യം പറയത്തില്ല. പിന്നെ ആൾ നല്ല ടോക്കറ്റീവാണ്, എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ ഹിന്ദി കുറച്ചെങ്കിലും പഠിക്കാൻ റീസൺ ആളാണ് കേട്ടോ. അതുപോലെ തന്നെ ആൾ എന്നെ ഒരു സിസ്റ്ററിനെ പോലെ കാണുന്നത്, ഞാനും തിരിച്ചതുപോലെ തന്നെയാണ്. ഭയ്യ എന്ന് വിളിക്കുന്നത് അത് മനസ്സിൽ തട്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ സാഹിയ സിറ്റി സെൻറ്റർ എത്തി. ഇവിടെയാണ് കേട്ടോ ബാങ്ക്. CBD ബാങ്കിലാണ് ഞാൻ പോയത്. മുൻപ് നമുക്ക് അജ്മാനിലെ ബാങ്ക് ഉണ്ടായിരുന്നു, അവർ അജ്മാനിലെ ബ്രാഞ്ച് ക്ലോസ് ചെയ്തു. ഇപ്പം നമ്മൾ ബാങ്കിൻ്റെ അകത്ത് ട്രാൻസാക്ഷൻസ് ചെയ്യണമെങ്കിലും അജ്മാനിൽ നിന്ന് ഷാർജയിൽ സാഹിയ സിറ്റി സെൻറ്ററിൽ വരണം. ഇന്ന് ബാങ്കിൽ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ബാങ്കിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് ഞാൻ തിരിച്ചു പോവാണ് കേട്ടോ. സാഹിയ സിറ്റി സെൻറ്ററിലേക്ക് വരുന്നതും നമ്മുടെ ഓഫീസിൽ നിന്ന് ഭയങ്കര ഡിസ്റ്റൻസ് ഒന്നുമില്ല, പക്ഷേ ട്രാഫിക് ആണെങ്കിൽ നമ്മൾ പെട്ടുപോകും. സംടൈംസ് 20 മിനിറ്റ്സ്, ചിലപ്പോൾ അതിനെക്കാട്ടി കൂടുതൽ നമ്മൾ ട്രാഫിക്കിൽ പെട്ടുപോയിട്ടുണ്ട്. അന്ന് ഞാനതൊരു ടെൻഷനിലായിരുന്നു. അപ്പം നമ്മുടെ ഭയ്യ തമിഴ് പാട്ടൊക്കെ എനിക്ക് ഇട്ട് വന്നു കേട്ടോ. മലയാളമെന്ന് വിചാരിച്ചിട്ട് സംടൈംസ് തമിഴും മലയാളം കൂടെ മാറിപ്പോകാറുണ്ട്. സോങ് നല്ല വൈബ് സോങ് ആയിരുന്നു ഗൈസ്. ഞാൻ നല്ല ചില്ലായി. അതും കൂടെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. സോങ് ഏതാണെന്ന് അറിയേണ്ടവർ കമൻറ്റ് ചെയ്യൂ. അങ്ങനെ പാട്ടൊക്കെ ഇട്ടുതന്ന് എൻ്റെ മൈൻഡ് കൂളായി കഴിഞ്ഞപ്പോൾ ആൾ കാര്യം പറയാൻ തുടങ്ങി. ഞാൻ ബാക്കിലിരുന്നിട്ട് ഇങ്ങനെ ഫോണിൽ കളിക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് നേരം ഉറങ്ങിക്കോട്ടേയും ചോദിക്കുന്നതൊന്നും ആൾക്ക് ഇഷ്ടമല്ല. ആളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, നമ്മളത് കേട്ട് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ അജ്മാനെത്തി. അജ്മാൻ മേമിയ 1, ഇതാണ് നമ്മുടെ സ്വന്തം സ്ഥലം. നമ്മൾ തിരിച്ചെത്തിയപ്പോൾ 2 o'clock കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 2:30 ഒരു ടൈമൊക്കെ ആകുമ്പോൾ ഇന്ന് ലഞ്ച് ബ്രേക്കിന് പോകാറുണ്ട് കേട്ടോ. ഇനി ഓഫീസിൽ നിങ്ങൾക്കൊരു സർപ്രൈസ് ഉണ്ടാവും, നിങ്ങൾ നോക്കിക്കോ ആ സർപ്രൈസ് എന്താണെന്ന്. ലഞ്ച് ബ്രേക്കിന് പോകാൻ വേണ്ടിയിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നമ്മുടെ വിനിച്ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. അങ്ങനെ പെട്ടെന്ന് തന്നെ എല്ലാ സംഭവങ്ങളും ഓഫീസിൻ്റെ അകത്ത് വെച്ചിട്ട് ലഞ്ച് ബ്രേക്കിന് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ്, വിനിച്ചേട്ടൻ എന്നെ വെയിറ്റ് ചെയ്ത് വന്നിരിക്കും. ഞാൻ 10 മിനിറ്റ് പറഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 20 മിനിറ്റ്സ് ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങുക. അയ്യോ ഭൂതം, നിങ്ങൾ പേടിക്കേണ്ട ഗൈസ്, ഇത് ഞാൻ തന്നെ. ഈ സ്പെക്സ് എങ്ങനെയുണ്ട് ഗൈസ്, എനിക്ക് ചേരുന്നുണ്ടോ? കുറേ പേര് പറഞ്ഞു നല്ല ഈസി തോന്നിക്കുന്നുണ്ടെന്ന്, കുറച്ച് പേര് പറഞ്ഞു കൊള്ളാമെന്ന്. നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യൂ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.